മുൻ DGP കൂടിയായ ശ്രീ TP സെൻകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സെൻകുമാർ, സംസ്ഥാനത്തെ ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുമായി ബന്ധപ്പെട്ട കേസുകൾ കൂടി NIAക്ക് കൈമാറുകയാണ്. എന്തായാലും ഭീകരവാദ ബന്ധം ഉണ്ട് എന്നത് തെളിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു സൂചനയാണ് ലഭിക്കുന്നത് ഇപ്പോൾ. തീർച്ചയായിട്ടും കേരളത്തില് ഭീകരവാദം ഉണ്ടെന്ന് ഞാൻ വളരെ വർഷങ്ങളായിട്ട് പറയുന്നതാണ്. അതിന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണ് കേരളമാണ്. കേരളത്തില് CPM-ഉം കോൺഗ്രസും എല്ലാ അനാവശ്യങ്ങളും എല്ലാം വകവെച്ചു കൊടുക്കുക മാത്രമല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ തീവ്രവാദത്തെ എതിർക്കാൻ അവർക്ക് മടിയാണ്. ആ തീവ്രവാദത്തെ എതിർക്കാൻ മടിയുള്ളത് കൊണ്ടാണ് തീവ്രവാദം കേരളത്തിൽ ഇത്രയധികം വളരുന്നത്. കാരണം ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്റ്റേറ്റ് പല വിധത്തിലും ഉള്ളത്, എല്ലാ ജനതയ്ക്കും ഒരുപോലെ അധികാരങ്ങളും ബാക്കി എല്ലാങ്ങളും അവൈലബിൾ ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. എന്നിട്ടും കേരളത്തിൽ നിന്നാണ് ഒരുപക്ഷെ ഇന്നലെയൊക്കെ റഷ്യയിൽ കണ്ട പോലെ പൊട്ടിത്തെറികളും വെടിവെപ്പുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളവരെ കൂടുതൽ പേരെ ട്രെയിൻ ചെയ്യുന്നതും കൂടുതൽ പേർ അതിന് തയ്യാറെടുപ്പ് നടത്തുന്നതും എന്ന് അറിയുമ്പോഴാണ് കേരളത്തിന്റെ ഭീകരത മനസ്സിലാക്കുക. മാത്രമല്ല, മറ്റു സ്ഥലങ്ങളിൽ ബോംബ് എക്സ്പ്ലോഷൻ ഉണ്ടാകുമ്പോൾ അത് ശ്രീലങ്കയിലായാലും പാരീസിലായാലും ബാക്കി എവിടെയായാലും കേരളത്തിൽ അന്വേഷണം നടക്കുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് വരുന്നത് കേരളത്തിലുള്ള തീവ്രവാദത്തിന്റെ വളരെ ആഴത്തിലുള്ള വേരുകളിലേക്കാണ് അത് വെളിച്ചം കാണിക്കുന്നത്. അപ്പൊ ഇത് ഇപ്പോൾ ഈ ടെലിഫോൺ എക്സ്ചേഞ്ച് ഇതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്താനായിട്ട് ഏറ്റവും സൗകര്യമുള്ള ഒരു സ്ഥലമാണ് കേരളം. കേരളവും കർണാടകയിലെ ചില സ്ഥലങ്ങളും ഇൻക്ലൂഡിങ് ബാംഗ്ലൂരിലടക്കമുള്ള ചില സ്ഥലങ്ങളാണ് ഇപ്പോൾ തീവ്രവാദത്തിന് ഏറ്റവും അധികം വളക്കൂറുള്ള മണ്ണായിട്ട് അവര് കണ്ടെത്തിയിരിക്കുന്നത്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ശ്രീ സെൻകുമാർ, ഇപ്പോൾ ഈ കേരളത്തിലെ തന്നെ വിവിധ സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത 20ഓളം കേസുകളൊക്കെ NIA ഏൽപ്പിച്ച് വിജ്ഞാപനം ഇറക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ലഭിക്കുന്ന വാർത്ത. ഈ നേരത്തെ തന്നെ ഇത്തരം കേസുകൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇവിടുത്തെ അന്വേഷണം വഴിമുട്ടാനുള്ള കാരണം എന്തായിരിക്കും? ഈ വിവിധ അന്വേഷണ ഏജൻസികളുടെ ഏകോപനം കൂടി ആവശ്യമല്ലേ ഇത്രയും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന അതീവ ഗൗരവമായ ഇത്തരം കേസുകളിൽ? തീർച്ചയായിട്ടും അതൊക്കെ ആദ്യമേ തന്നെ NIAക്ക് കൊടുക്കേണ്ടതാണ്. ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ NIAക്ക് കൊടുക്കുക. കാരണം ഇന്റർസ്റ്റേറ്റ്, അന്തർദേശീയ ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് കണ്ടുപിടിക്കണമെങ്കിൽ സംസ്ഥാന പോലീസിന് വളരെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം കേസുകളെ എത്രയും വേഗം ഇത്തരം കേസുകൾ അന്വേഷിച്ച് നല്ല പരിചയമുള്ള, അതിന് ഫെസിലിറ്റി ഉള്ള അങ്ങനെയുള്ള ഒരു സംഘത്തിനെ ഏൽപ്പിക്കുകയാണെന്നുള്ളത്. അതുകൊണ്ട് ഇത് വളരെ വൈകിപ്പോയി. NIAക്ക് ഇത് ഏൽപ്പിച്ചത് വളരെ വൈകിപ്പോയി. കാരണം ഇനിയും അതിന്റെ ആളുകളെയൊക്കെ കണ്ടെത്താനായിട്ട് കുറെ അധികം സമയം പിടിക്കും. അവരെല്ലാം എന്താണ് പറയുന്നത്, രക്ഷപ്പെടാനുള്ളവരെല്ലാം പലരിടത്തും രക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കും. ഒരു പക്ഷേ ഗൾഫിലേക്കൊക്കെ മുങ്ങിയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ സെൻകുമാർ പ്രതികരിച്ചതിന്.